ഇന്ത്യ-അമേരിക്ക ബന്ധത്തിലെ സുവർണ അധ്യായമാണ് പുതിയ കരാറെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയുമായി പ്രതിവർഷം $500 ബില്യൺ വാർഷിക വിനിമയമാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാര കരാർ എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ തുറക്കും. കർഷക താൽപര്യം സംരക്ഷിച്ചാണ് കരാറെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. इस उद्देश्य के साथ कि भारत और यूनाइटेड स्टेट्स के बीच $500 बिलियन का द्विपक्षीय व्यापार हर वर्ष होना चाहिए. जिस प्रकार से नए अवसर, नए मौके खुलते हैं, जिस प्रकार से हमारे निर्यातकों के लिए बहुत बड़े पैमाने पे यूनाइटेड स्टेट्स ऑफ अमेरिका, जो दुनिया की सबसे बड़ी अर्थव्यवस्था है, लगभग $30 ट्रिलियन की अर्थव्यवस्था, अब हमारे निर्यातकों के लिए मोस्ट प्रिफर्ड ड्यूटी के साथ खुलती है. और जिस प्रकार से हमारे किसानों के हितों का संरक्षण किया गया है, पूर्णतः संरक्षण किया गया है किसानों का, डेयरी का, उसको मद्देनजर रखते मैं मानता हूं ये जो यूनाइटेड स्टेट्स और भारत के बीच जॉइंट स्टेटमेंट कल देर रात फाइनलाइज हुआ, विश्व के समक्ष रखा गया, इसका देश के कोने कोने में स्वागत हुआ है. യെസ്, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുമോദ്, ഇന്ത്യ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വിഷയത്തിൽ എന്താണ് കേന്ദ്രത്തിന്റെ നിലപാട്? കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എന്താണ് പറഞ്ഞു വെക്കുന്നത്? കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്താനുള്ള ഒരു പ്രധാന കാര്യം ഈ കരാർ കർഷക വിരുദ്ധമാണ് എന്നുള്ള വ്യാപകമായ പ്രചരണത്തോടുകൂടിയായിരുന്നു. ഈ തരത്തിലുള്ള പ്രചരണം നടത്തുന്നവർ കർഷകരെ ദ്രോഹിക്കുന്നവർ ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പീയൂഷ് ഗോയലിന്റെ പ്രതികരണം വരുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായമാണ് എന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. അമേരിക്കയുമായി പ്രതിവർഷം $500 ബില്യൺ വാർഷിക വിനിമയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വ്യാപാര കരാർ എല്ലാ മേഖലകളിലേക്കും പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. ധനസുമോദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ധനസുമോദ്, പറഞ്ഞോളൂ. അതായത് ഇന്ന് ഈ വാർത്താ സമ്മേളനം പീയൂഷ് ഗോയൽ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ തരത്തിലുള്ള കർഷക ദ്രോഹപരമായിട്ടുള്ള ഒരു കരാറാണ് നടപ്പിൽ വരുന്നത് എന്നുള്ള ഒരു പ്രചരണം വ്യാപകമായിരുന്നു. ഈ തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നവർ കർഷക വിരുദ്ധരാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. കാര്യം പാലുൽപ്പന്നങ്ങൾ, മത്സ്യവിഭവങ്ങൾ, ഗോതമ്പ് തുടങ്ങിയ പഴങ്ങൾ എന്നിവയൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ തരത്തിലുള്ള നികുതി തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിന് അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ നികുതി കുറവാണ്. പക്ഷേ ഇങ്ങോട്ട് ഇവയൊന്നും കാർഷിക വിഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയപരമായ തീരുമാനം എടുത്ത് അമേരിക്കയെ അറിയിക്കായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കർഷകർക്ക് ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിക്ക് വലിയ തരത്തിലുള്ള പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിനകം തന്നെ അമേരിക്കയിൽ വിപണി നഷ്ടമായതോടുകൂടി മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവ പുതിയ വിപണി കേരളത്തിൽ നിന്നുള്ള മത്സ്യ കയറ്റുമതിയിലടക്കം കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അമേരിക്ക വിപണി കൂടുതൽ തുറന്നു കൊടുക്കുന്നത്, നികുതി കുറക്കുന്നത്. അതോടുകൂടി ഇരട്ടി ഗുണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് ഇനിയും കച്ചവടം ചെയ്യാനും കഴിയും, കയറ്റുമതി നടത്താനും കഴിയും. അതേസമയം തന്നെ അമേരിക്ക
അമേരിക്കയിൽ പുതിയ വിപണി എടുക്കുകയും ചെയ്യും. ഇത് വസ്ത്രവ്യാപാര രംഗം നിശ്ചലമായിരുന്നു. രത്നവ്യാപാരം, വജ്രവ്യാപാരം തുടങ്ങിയവയെല്ലാം സീറോ നികുതി, അതായത് നികുതി ഇല്ല എന്ന തരത്തിലേക്ക് തന്നെ പഴവർഗ്ഗങ്ങൾ കയറ്റി അയക്കുന്നതിലടക്കം കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇന്ത്യ വിമാനത്തിൻ്റെ പാർട്സ് വിൽക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. ഇവയെ കയറ്റുമതി ചെയ്തു കഴിയുമ്പോൾ അമേരിക്ക വലിയ തരത്തിലുള്ള നികുതിയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. കാര്യം അമേരിക്ക കമ്പനിയായ ബോയിങ് ആണ് HAL തുടങ്ങിയ കമ്പനികളുടെ ഇന്ത്യയുടെ വിമാന നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്. പക്ഷേ വലിയ തരത്തിലുള്ള നികുതി ഉള്ളതിനാൽ കയറ്റുമതി വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് അതൊരു 0 എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നതായിരിക്കും എന്നൊരു കാര്യം പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ടായില്ല. കാര്യം ഈ ഫ്രീ ട്രേഡ് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇനി ഇന്ത്യ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയത്തിലാണ്, താനല്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് പീയൂഷ് ഗോയൽ ചെയ്തത്.